അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിലായിരിക്കുന്ന ശ്രേഷ്ഠദാസന്മാർ, റോയ് പാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ, ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ ജോസഫ് പാസ്റ്റർ, സഭയിലെ എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് അബുദാബിയിലെ ഒരു സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് കുറച്ച് നാളത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നതാണ്. ഈ സഭയിലാണ് എൻ്റെ ബ്രദറിൻലോ ആരാധിച്ചുകൊണ്ടിരുന്നത്, പീറ്റർ ജോൺസൺ. സുഖമില്ലാതെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് അദ്ദേഹം കടന്നുപോയി. നാട്ടിൽ സുഖമായി എത്തി. അദ്ദേഹത്തിന്റെ സൗഖ്യത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ദൈവത്തിനിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ച ഒരു പഴയ പാട്ടിന്റെ 2 വരി പാടിയതിനു ശേഷം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആശ്ചര്യമേ ആശ്ചര്യമേ കൃപയേ 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 ചിന്തിയല്ലോ ചിന്തിയല്ലോ ആശ്ചര്യമേ ആശ്ചര്യമേ കൃപയേ 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 ഉരത്തിരും ദ്രോഹിയാമെന്നേ ഉരത്തിരും ദ്രോഹിയാമെന്നേ ആശ്ചര്യമേ ആശ്ചര്യമേ കൃപയേ 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 സാക്ഷ്യം ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ വരുവാനോ ദൈവവചനം എടുക്കാനോ യോഗ്യതയില്ലായിരുന്നു എന്നെ ദൈവത്തിന്റെ വചനം എടുക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ആ ദൈവസ്നേഹമാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആ ദൈവസ്നേഹത്തിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നപ്പോൾ തന്നെ ഉണ്ടാകുന്ന സന്തോഷം
ഇത്ര വലുതാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാഗ്ദത്ത ആ രാജ്യത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ സന്തോഷം വാക്കുകൾ ഒരിക്കലും വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഒടുവിൽ നമ്മൾ പ്രത്യാശ ഗീതം പാടിയ ആ പാട്ട്, ആമേൻ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ ജീവിതം, ആമേൻ, ഇതിന് ശേഷം നമുക്കൊരു ജീവിതം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ലോക മനുഷ്യർക്കില്ലാത്ത ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് എത്ര പേർക്ക് ഈ രാത്രിയിൽ സ്തുതിക്കുവാൻ കഴിയും, എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, 2 വാക്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ദൈവസഭയോട് പറയുക. എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച 2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ന്റെ 9, 10, 11 വാക്യങ്ങൾ. മറ്റൊന്ന് യോശുവയുടെ പുസ്തകം 21-ന്റെ 43, 44, 45 വാക്യം. ആദ്യം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ വായിക്കട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു. യോശുവയുടെ ചരിത്ര പുസ്തകം അതിൽ 21-ന്റെ 43 തുടങ്ങിയുള്ള വാക്യങ്ങൾ. യഹോവ ഇസ്രായേലിൽ താൻ യഹോവ ഇസ്രായേലിനെ താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കൂടിപ്പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ മുമ്പിൽ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയാൽ. ഈ 2 വചനങ്ങളെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ മഹത്വപ്പെടുത്താൻ. ഈ മക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചിലത് ആവശ്യപ്പെടുകയുണ്ടായി. ആ വേദവാക്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു ലക്ഷ്യമുണ്ട്. അവൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ലക്ഷ്യമല്ല, അക്കരെ പ്രവേശിക്കുക എന്നുള്ളതാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പോരായ്മകളെ കണ്ടുകൊണ്ട് വിടേണ്ടത് വിട്ടുകൊണ്ട് പറ്റിപ്പിടിക്കേണ്ടതിനോട് ഒട്ടിച്ചേരേണ്ടതിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നിത്യത നമുക്ക് അവകാശമായി തീരുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവൻ ജീവന്റെ പുസ്തകം ദൈവദാസന്മാരുടെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അവൻ നിരന്തരമായി പള്ളിയിൽ വരികയും ദൈവത്തെ ആരാധിക്കുകയും സ്തോത്ര വഴിപാടൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവൻ ചില ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദൈവദാസന്മാർ ഒരുപക്ഷെ പേര് വെട്ടുകയില്ല. അവൻ ഹല്ലേലൂയ. എന്നാൽ ജീവന്റെ പുസ്തകം ഭൂമിയിലെ ഒരു ദൈവദാസന്റെ കരത്തിലല്ല ഇരിക്കുന്നത്, മനുഷ്യരുടെ കയ്യിലല്ല. അതിന്റെ അധികാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലാണ് അതിന്റെ അധികാരമുള്ളത്. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഈ രാത്രിയിൽ അവൻ ധൈര്യത്തോടും സന്തോഷത്തോടും ദൈവസന്നിധിയിൽ നിന്ന് സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവമക്കളെ, ഇവിടുത്തെ റെക്കോർഡിൽ നമ്മുടെ പേരുണ്ട്. അവൻ നമ്മുടെ റേഷൻ കാർഡിലും നമ്മുടെ പേരുണ്ട്. അവൻ ലോകത്തിന്റെ എല്ലാ രേഖകളിലും ഒരുപക്ഷെ പേരുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ രേഖയില്ലെങ്കിൽ, പേരില്ലെങ്കിൽ അവൻ നാം ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെ ആയി തീരും. ഈ ദിവസങ്ങളിലെ സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടതുപോലെ അവൻ നമ്മളുടെ ശൂന്യതകളെ മാറുന്ന ദിനങ്ങളാക്കി തീർക്കട്ടെ. നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കുന്ന ദിനങ്ങളാക്കി തീർക്കട്ടെ. നമ്മുടെ പോരായ്മകളെ കണ്ടുപിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ രൂപപ്പെടുത്തുന്ന ദിവസങ്ങളായി തീരട്ടെ. ദൈവമക്കളെ, പണ്ടൊക്കെ എനിക്കൊരു ശൈലി ഉണ്ടായിരുന്നു. ആമേൻ പ്രസംഗിച്ച് അനുഗ്രഹം മാത്രം പ്രസംഗിക്കുകയും നന്മകൾ മാത്രം പ്രസംഗിക്കുകയും ജനത്തിന്റെ ഒരു ആരവത്തിനിടയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെ അനുഗ്രഹം കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. എന്നാൽ ഈ ദിവസങ്ങളുടെ ദൈവം ആ ശൈലിയൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. നമ്മളെ തന്നെ കാണുന്നതിന് വേണ്ടി അവൻ ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ ഞാൻ നന്നായി പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടത് എന്നെ തന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ എത്തിപ്പിടിക്കാമോ എന്ന് ആ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പൗലോസിനെ പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകളെ കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നു. ഇവർ ആയുധം ധരിച്ച വില്ലാളികളായി തീർന്ന എഫ്രൈമ്യരായിരുന്നു. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിലെ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ചില നല്ല ഗുണങ്ങളുണ്ട്. അവർ ആയുധം ധരിച്ചവരായിരുന്നു, അവർ വില്ലാളികളായിരുന്നു, അവർ ദൈവത്തിന്റെ നിയമം ഉണ്ടായിരുന്നവരായിരുന്നു, അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടവരായിരുന്നു. 1, അവർ വില്ലാളികളായിരുന്നു. 2, അവര് ആയുധം ധരിച്ചവരായിരുന്നു. 3, നിയമം അവർക്ക് ഉണ്ടായിരുന്നു, ന്യായപ്രമാണം അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു, അവർ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ കണ്ടവരായിരുന്നു. പക്ഷെങ്കിൽ അവരെ കുറിച്ച് ജയകരമായ ഒരു ജീവിതമല്ല അവൻ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്. അവർ ആയുധം ധരിച്ചിട്ടും വില്ലാളികളായി തീർന്നിട്ടും അവൻ യുദ്ധ ദിവസത്തിൽ അവർ പിന്തിരിഞ്ഞു പോയി.
ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അവൻ ആയുധം എത്ര ഉണ്ടെങ്കിലും, അവൻ എത്ര തന്ത്രശാലികളാണെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയാൽ തോറ്റവരുടെ ലിസ്റ്റിലാണെന്നുള്ളത് മറന്നു പോകരുത്. അവൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ അവൻ ശത്രുവിന് മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല. ദൈവം തന്നിരിക്കുന്ന പരിശീലന കളരിയിലൂടെ നമ്മൾ നടത്തിവിടുന്ന ആ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ജയിക്കുന്നവരായി തീരണം, ജയകരമായ ജീവിതം നയിക്കുന്നവരായി തീരണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഓരോ വാക്യങ്ങളെടുത്ത് ഓരോ സഭയോടുള്ള ദൂതിൽ ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു: ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും, ജയിക്കുന്നവന് ഉടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ പരദീസയിൽ പ്രവേശിക്കും, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് പുതിയ പേര് ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയായി തീരും. അവൻ പരാജയപ്പെടുന്നവർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആയുധം ഉണ്ടായിട്ടും അവർ വില്ലാളികളായിരുന്നിട്ടും പിന്തിരിഞ്ഞു പോയി. അതിന്റെ കാരണമെന്തെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ ഇവിടെ വിളിച്ചു പറയുന്നു: അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നിയമമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ പ്രമാണിക്കുവാനായി നമ്മെ തന്നെ ഒന്ന് ഒരുക്കുന്നില്ലെങ്കിൽ ആയിരം കയ്യിലിരുന്നിട്ട് കാര്യമില്ല, കുറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വില്ലാളികളായിരുന്നു എന്ന് പറഞ്ഞു. അവർ നിസ്സാരക്കാരായ മനുഷ്യരല്ല, പക്ഷെ കയ്യിലുണ്ടായിരുന്ന പ്രമാണത്തെ അവർ നിയമം പ്രമാണിച്ചില്ല. ന്യായ പ്രമാണത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. അത് മാത്രമല്ല, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ അവർ മറന്നു കളഞ്ഞതിന്റെ ഫലമായി അവർക്ക് യുദ്ധക്കളത്തിൽ പരാജയം സംഭവിച്ചു. ദൈവമക്കളെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. യാക്കോബിന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവനത്രേ ഭാഗ്യവാൻ. നീ പ്രമാണം പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് നിന്നെങ്കിൽ മാത്രമേ നിനക്ക് ജയിക്കുവാൻ കഴിയുള്ളൂ. അവൻ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് അവനെ ദൈനംദിനം ആരാധിക്കുന്ന ഒരുവൻ മാത്രമേ ജീവിതത്തില് ജയം നൽകുവാൻ, ജയം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ എഫ്രൈമർ ആരായിരുന്നു ദൈവമക്കളെ? യോസഫിന്റെ അവൻ രണ്ട് മക്കളിൽ ഒരുവനായിരുന്നല്ലോ എഫ്രൈമൻ. യോസഫ് തന്റെ സങ്കടദേശത്ത് വെച്ച് രണ്ട് മക്കൾ അവന് ജനിച്ചു. ഒന്ന് മനേഷ, രണ്ടാമത്തെ മകന്റെ പേര് എഫ്രൈം. മനേഷ എന്ന വാക്കിന്റെ അർത്ഥം യോസഫ് തന്നെ വിളിച്ചു പറയുന്നു: എന്റെ സങ്കടങ്ങളെല്ലാം എന്റെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവന് മനേഷ എന്ന് പേരിട്ടു. ദൈവവേദനയിലെ അവന് എത്ര കാര്യങ്ങൾ ഓർക്കുവാനുണ്ടായിരുന്നു. സ്വന്തം സഹോദരങ്ങള് അവനെ കൊട്ടക്കിണറിൽ ഇട്ട സംഭവം അവൻ മറക്കുവാൻ തയ്യാറായി. അവർ ഇസ്മായിലി കച്ചവടക്കാർക്ക് അവനെ വിറ്റത് അവൻ മറക്കുവാൻ തയ്യാറായി. ചില കാര്യങ്ങൾ അവന് മറക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് അവന്റെ മകന് പേരിട്ടു മനേഷ. ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന നമുക്ക് സഹോദരങ്ങൾ പെടുത്തിയ വ്രണങ്ങൾ മനസ്സിൽ ഒരു മാറാത്ത മുറിവ് പോലെ ഉണ്ടെങ്കിൽ ഇന്ന് യോസഫിനോടൊപ്പം ചേർന്നെ കർത്താവെ ഞാൻ അതെല്ലാം മറക്കുന്നുവെന്ന് പറയുന്നവനെയാണ് ദൈവം യുദ്ധകളത്തിൽ വിജയിപ്പിക്കുന്നത്. വക വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടു സഹോദരങ്ങളോട് ഇപ്പോൾ കൈപ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരുപാട് വൈരാഗ്യങ്ങൾ യോസഫിന് ചെയ്തു തീർക്കാമായിരുന്നു. അവനെ വിളിച്ചു പറയുന്നു: നിങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് ഇന്ന് നന്മയ്ക്ക് കാരണമായി തീർന്നു. ഇന്ന് നിനക്ക് ദ്രോഹം ചെയ്യുന്നവർ, ഇന്ന് നിനക്കെതിരെ ഒപ്പ് പറയുന്നവർ, അനീതി പറഞ്ഞ് പരത്തുന്നവർ, ദുഷ്പ്രചരണം ചെയ്യുന്നവരൊക്കെ ഒരു ദിവസം എന്റെ ദൈവം എനിക്ക് അനുകൂലമാക്കി തീർക്കും. അതുകൊണ്ട് ഞാൻ ഈ സങ്കടങ്ങൾ സകലതും മറക്കുന്നു. ദൈവവചനെ അലരിയ സകലതും മറക്കുവാൻ തയ്യാറായ യോസഫ് ഒന്നാമത്തവന്റെ പേരിട്ടു മനേഷെ. ഹാലലിയ. അതുകൊണ്ട് ദൈവം അവന് രണ്ടാമതൊരു മകനെ കൊടുത്തു. അവന്റെ പേരാണ് എഫ്രയീം. ആ പേരിന്റെ യോസഫ് തന്നെ ഒരു പേര് അർത്ഥം കണ്ടു. ഇവിടെ എന്നെ ദൈവം വർദ്ധിപ്പിക്കും. എങ്ങനെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്? നിന്നെ വ്രണപ്പെടുത്തിയ കഴിഞ്ഞ നാളുകളിൽ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ സങ്കടദേശത്ത് ദൈവം നിന്നെ അവരുടെ മധ്യേ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. എത്ര ഇന്ന് രാത്രിയിൽ ദൈവം അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. നീ മറക്കാൻ തയ്യാറായ ദൈവത്തിനെ വർദ്ധിപ്പിക്കുവാൻ തയ്യാറാണ്. നീ നിന്നെ അനുഭവിച്ച ഇടത്ത്, ദുഷിച്ച ഇടത്ത് ദൈവത്തിനെ ഉയർത്തുവാൻ ശക്തനായ കർത്താവാണ്. അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. അവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിലെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. അപ്പോൾ സങ്കടദേശത്ത് അവൻ ചില കാര്യങ്ങൾ മറക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവന് രണ്ടാമതൊരു മകനെ കൊടുത്തു. അവന്റെ പേരാണ് എഫ്രയീം. തന്റെ പിതാവായ യാക്കോബ് മിസ്രയീമിലേക്ക് കടന്നു വന്നു. അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കുവാനായിട്ട് ആ യോസഫ് രണ്ടുപേരെയും കൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഒരു ചിത്രം പഴയ നിയമത്തിലുണ്ടല്ലോ. ദൈവമക്കളെ, വേഗത്തിൽ കടന്നു പോകട്ടെ. വലം കൈ കൊണ്ട് യോസഫ് രണ്ട് മക്കളെ പിടിക്കുകയാണ്. അപ്പന്റെ അടുക്കൽ അനുഗ്രഹം വാങ്ങിക്കുവാനായിട്ട് രണ്ടുപേരെ ഇങ്ങോട്ട് പിടിച്ചു. അതില് യോസഫ് ആ എഫ്രൈമിനെ ഇങ്ങോട്ട് പിടിച്ച് ആ വലത് സൈഡിലോട്ട് നിർത്തി. എഫ്രൈം ഒരിക്കൽ ചിന്തിച്ചു കാണും, എന്റെ ചേട്ടനായ മനസ്സെയല്ലേ വലതുവശത്ത് നിർത്തേണ്ട. എന്റെ അപ്പൻ എന്തൊരു സ്നേഹം എന്നോട്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മൂത്തവനെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇടം സൈഡിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. മൂത്തവനെ എനിക്ക് സ്നേഹം കുറവുള്ളതുപോലെ എഫ്രൈം ചിന്തിച്ചു, എന്റെ അപ്പനെ എന്നോടാണ് വലിയ സ്നേഹം. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, തന്റെ പിതാവായ യാക്കോബ് കൈനീട്ടി അനുഗ്രഹിക്കുമ്പോൾ
കഴിയുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഇടം തട്ടിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പിതാവ് അവനെ അരികിലേക്ക് വലം കൈകൊണ്ട് പിടിച്ചത്. ഈ ദിവസങ്ങളിൽ തരുന്ന കൈകളൊക്കെ അനുഗ്രഹത്തിന്റെ ഇടക്കരത്തിലേക്ക് നിർത്തുവാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ചിന്തിക്കരുത് നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കായിരുന്നു, നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നീ വിശ്വസിക്കരുത്. എഫ്രൈമിനെ അവൻ നിന്നെ അനുഗ്രഹത്തിന്റെ രണ്ടാം തട്ടിലേക്ക് കൊണ്ടുവരുവാനാ അപ്പൻ നിന്നെ ചേർത്ത് പിടിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരു അത്ഭുതം അവിടെ ചെയ്തു. ആ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം കടന്നു വന്നു. അവൻ യാക്കോബ് തന്റെ കരങ്ങളെ പിണച്ചു വെച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ലോകം അവനെ രണ്ടാം തട്ടിലേക്ക് മാറ്റിയപ്പോൾ ദൈവം അവനെ അനുഗ്രഹത്തിന്റെ ഒന്നാം പടിയിലേക്ക് കൊണ്ടുവന്നു. ഈ ദിവസങ്ങൾ ദൈവമല്ലേ എന്നെ നിന്നെയും അവനെ വാത്സല്യത്തോടെ പിടിക്കുന്ന കരങ്ങൾ ഒരുപക്ഷെ അനുഗ്രഹത്തിന്റെ രണ്ടാം തട്ടിലേക്ക് നിന്നെ മാറ്റുമ്പോൾ, കുറഞ്ഞവനായി കാണുവാൻ വേണ്ടി നിന്നെ മാറ്റി നിർത്തുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ കരങ്ങളെ തിരിച്ചു വെക്കുവാൻ അവൻ ശക്തനായ ഒരു ദൈവമാണ്. നിന്റെ കരങ്ങളെ അനുഗ്രഹത്തിന്റെ കരം നിന്റെ മേൽ കടന്നു വരുവാൻ അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ അർഹതയില്ലാത്ത സ്ഥാനത്ത് വലിയൊരു അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. എത്ര നല്ലൊരു അനുഗ്രഹം! അവൻ യാക്കോബ് ഹരം വെച്ച് അനുഗ്രഹിക്കുക. എന്തിനാ എഫ്രൈമേ നിന്നെ ഇപ്രകാരം ദൈവം അനുഗ്രഹിച്ചത്? നീ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകാനോ? അവൻ അർഹതയില്ലാത്ത പല നന്മകളും ദൈവം നമുക്ക് തന്നിട്ട് അവൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടുവാനല്ല ദൈവവേദനെ. അവന്റെ മുമ്പിൽ ഒരു ജയകരമായ ജീവിതം നാം ജയിച്ച് മതിയാകുകയുള്ളൂ. ഓരോ ദിവസവും നമുക്ക് യുദ്ധങ്ങളുണ്ട്. പൈശാചിക മണ്ഡലങ്ങളോടുള്ള യുദ്ധം, ഈ ലോകത്തോടുള്ള യുദ്ധം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും, ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും അവൻ തമ്മിൽ വിരോധമായിരിക്കുന്നു. അവൻ നമ്മളിൽ തന്നെ ജഡത്തിന്റെ അഭിലാഷങ്ങളുണ്ട്, ആത്മാവിന്റെ അഭിലാഷങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ ദൈവപൈതൽ അതിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എഫ്രൈമിനെ പോലെ പരാജയപ്പെട്ടു പോകുന്നവരെ കുറിച്ച് ദൈവം ദുഃഖിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ കൃപയുടെ വടംകരം നീട്ടിയിട്ട് അവൻ ദൈവകൃപയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് നാളിതുവരെ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം ദുഃഖിക്കുന്നു. മടങ്ങി വരണം ദൈവിക പ്രമാണങ്ങളിലേക്ക്, ദൈവിക കർത്തവ്യങ്ങളിലേക്ക് മടങ്ങി വരണം ദൈവമക്കളെ. ഹല്ലേലൂയ. എഫ്രൈമിന്റെ പാപങ്ങള് എന്താണെന്ന് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുന്നു. എല്ലാ വചനങ്ങളും എടുത്തു വായിക്കാൻ സമയമില്ലല്ലോ. ഹോശേയ 5:11 അവൻ മാനുഷ്യ കൽപ്പനകൾക്ക് വില കൊടുത്തു, മാനുഷ്യ കൽപ്പനകൾക്ക് വില കൊടുത്തു. ദൈവം നിന്റെ കൃപയിലേക്ക് കൊണ്ടുവന്നത് അവൻ ഈ ദിവസങ്ങളിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് അവൻ ദുഷ്ടന്മാരുടെ ആലോചന അല്ല, ന്യായപ്രമാണം നിനക്ക് തരുന്ന ഒരു ആലോചനയുണ്ട്. ആ ആലോചന പ്രകാരം നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകണം. ഈ രാത്രിയിൽ ചിലത് നിറച്ചിട്ട് കടന്നു പോകാവോ? ദൈവദാസനിലൂടെ നമ്മളത് കേട്ട് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അവൻ നിറച്ചില്ലെങ്കിൽ ആ ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് വല്ല അന്ധകാര ശക്തികൾ കടന്നു വരാതിരിക്കണമെങ്കിൽ ശൂന്യമായി കിടക്കുന്നതിന്റെ മനസ്സിൽ ദൈവിക ആലോചനയെ കൊണ്ട് നിറയ്ക്കണം. മാനുഷിക ആലോചനയാണെങ്കിൽ അത് തകർന്നു പോകുന്നതിനിടയായി തീരും. എഫ്രൈം മാനുഷിക കൽപ്പനകളെ പിൻപറ്റുന്നവനായി തീർന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8 ജാതികളോട് അവൻ ഇടകലരുന്നതിനിടയാക്കുന്നു. 8:11 അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പാപപരിഹാരത്തിന് വേണ്ടി അനേക യാഗപീഠങ്ങളെ പണിതു. അവൻ ദുഃഖം വരുന്നു, അവൻ പാപം ചെയ്യുന്നു, അതിന് പരിഹാരമായിട്ട് ഓരോ യാഗപീഠങ്ങൾ ചെയ്യുന്നു. പാപം ചെയ്യുവാൻ യാഗപീഠം ഒരു ലൈസൻസ് പോലെ, ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു ദുരുപദേശം പോലെ അവൻ കൃപയുടെ സുവിശേഷം ഏത് രീതിയിലും തോന്നിയതുപോലെ ജീവിക്കാം. അവൻ കൃപയുള്ളത് കൊണ്ട് ദൈവം അതൊക്കെ മറക്കും. അതിനൊന്നും വ്യവസ്ഥയിൽ നിന്ന് ഈ സത്യവന്റെ വേദപുസ്തകം അവൻ ഊന്നൽ കൊടുത്ത് പറയുന്നു, ദൈവവേദനെ നീ പാപയാഗത്തിന് വേണ്ടിയിട്ട് ഒരു യാഗമേ ഉള്ളൂ. അവൻ ഹല്ലേലൂയ, അത് മിസ്യൂസ് ചെയ്യരുത്. അവൻ നിനക്ക് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. എഫ്രൈമേ നീ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് എഫ്രൈമിനെ ദൈവം മടക്കി വിരിക്കുകയാണ്. അവൻ ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:19 അവൻ എല്ലാവരും ഒന്ന് എടുത്താൽ നന്നായിരിക്കും. അവിടെ പ്രവാചകൻ പറയുന്ന വലിയൊരു സ്റ്റോറിയുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ അവൻ ശത്രുവായ 3 ശത്രുക്കൾ അവന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഒന്നാമത്തെ ശത്രു അവൻ വലിയൊരു സിംഹമായിരുന്നു. ആ സിംഹത്തിന്റെ അടുക്കൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് ഓടി അവൻ ഒരു കരടിയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. കരടിയുടെ അടുക്കൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ട് അവൻ മൂന്നാമത് ചെന്നുപെട്ടത് ഒരു പാമ്പിന്റെ അടുക്കലാണ്. അവൻ ആ വാക്യം പ്രകാരം വായിക്കുന്നു, അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയും വീട്ടിൽ ചെന്ന് കൈവച്ച് ചുവരോട് കാലിയിട്ട് സർപ്പം അവനെ കടിക്കുകയും ചെയ്തത്
പോലെയാകുന്നു. അവൻ ദൈവമക്കളെ അവൻ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു മനുഷ്യൻ വിജയത്തിന് വേണ്ടിയിട്ട് ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് അവൻ ഓടുകയാണ്. ഒന്നാമത് അവനെ എതിരെ വന്നത് വലിയ സിംഹമായിരുന്നു. അതിനോട് അവൻ പോരാടി ജയിച്ചു. ഹല്ലേലൂയ. അതിന്റെ ശക്തിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നി ആ നിമിഷങ്ങളിൽ പെട്ടെന്ന് വേറൊരു ശത്രു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അത് ശക്തനായ ഒരു കരടിയായിരുന്നു. അതിനെയും അവൻ ജയിച്ചു. ഒന്ന് സിംഹത്തിനെ അവൻ ജയിച്ചു വലുതായിരുന്നു, മറ്റൊന്ന് കരടിയെ അവൻ ജയിച്ചു. എന്നാൽ അത്ര തന്നെ വലിയ അവൻ അധികാരമോ ബലമോ ശക്തിയോ ഇല്ലാത്ത ഒരു പാമ്പിന്റെ അടുക്കൽ അവന്റെ ജീവിതം തകർന്നു പോവുക. ദൈവവചനത്തിലെ മേജറായിട്ടുള്ള ഒരുപാട് പാപങ്ങളെ നീ ജയിക്കുന്നുണ്ടാകും. പക്ഷേ മൈനറായിട്ടുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ നീ നിന്നെ തന്നെ തകർത്ത് കളയാറുള്ളത് അവൻ നിന്നെ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെയും കുറ്റം പറയാനല്ല. ഞാൻ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മുടെ കറ വാട്ടം തുളുക്കം മാലിന്യം എന്നിവ ഇല്ലാത്ത ശുദ്ധവും ശുഭ്രവുമായ ഒരു മണവാട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ആ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ തെറ്റുകളുടെ മുമ്പിൽ വീണു പോകരുത്. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവൻ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവൻ കുസൃതി വളർച്ചലിന്റെ നടുവിൽ നീ നിന്നെ തന്നെ കളയാറില്ലേ? ആ ദുർപ്രചരണം നടത്തുന്ന വിഷയങ്ങളിൽ നീ നിന്നെ തന്നെ കളയാറില്ലേ? പെട്ടെന്ന് വരുന്ന കോപം നിന്നെ പരാജയപ്പെടുത്താറില്ലേ? പ്രിയമേ, പെട്ടെന്ന് വരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നീ നിന്നെ തന്നെ മറന്ന് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാതെ പരാജയ അമ്പയെ സ്വീകരിക്കാറില്ലേ? മടങ്ങി വരണം നമുക്ക് ദൈവത്തിലേക്ക്, മടങ്ങി വരണം. അവൻ ശിംശോന്റെ ജീവിതം നോക്കൂ. മുന്തിരിത്തോട്ടത്തിന്റെ അടുക്കൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ആ സിംഹത്തെ അവൻ വലിച്ചു കയറി കളയുക. ഹല്ലേലൂയ. ദൈവവചനത്തിലെ ആ ശത്രുവിനെ അവൻ ജയിക്കുന്നതിനിടയായിത്തീർന്നു. സിംഹത്തെ അവൻ അടിച്ചു കീറുന്നതിനിടയായിത്തീർന്നു. പിന്നീട് ഫെലിസ്ത്യർ അവനെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരിക. അതിനെയൊക്കെ അവൻ തകർത്ത് കളഞ്ഞു. പക്ഷേ ദലീലയുടെ മടിയിൽ അവന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. നീ ഒന്ന് ജയിച്ചിട്ട് കാര്യമില്ല, രണ്ട് ജയിച്ചിട്ട് കാര്യമില്ല. അവൻ ചെറുതിൽ ജയിക്കണം. ഹല്ലേലൂയ. വലുതിൽ മാത്രമല്ല ജയിക്കേണ്ടത്. ചെറിയ ചെറിയ വിഷയങ്ങൾ നിന്നെ പരാജയപ്പെടുത്താറുണ്ട്. ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഒരുപക്ഷെ മദ്യപിക്കില്ലായിരിക്കാം, പുകവലിക്കില്ലായിരിക്കാം. പക്ഷെ മറ്റുള്ളവരോടുള്ള അസൂയ, മറ്റുള്ളവരോടുള്ള പിണക്കം, ദുർപ്രചരണങ്ങൾ, ഇതൊക്കെ നമ്മൾ തകർത്ത് കളഞ്ഞില്ലെങ്കിൽ സിംഹത്തിന്റെ മുമ്പിൽ നീ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, കരടിന്റെ മുമ്പിൽ നീ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. പാമ്പിന്റെ മുമ്പിൽ നിന്റെ ജീവിതം തകർന്നു പോയല്ലോ. ഈ പാമ്പ് വഷളത്വം നിറഞ്ഞ ഒരു പാമ്പാണ്. ഹൗവായെ ഉപായത്താൽ ചതിച്ച ഒരു പാമ്പാണ്. ഏതൻ തോട്ടത്തിൽ ദൈവ സാന്നിധ്യത്തെ അകറ്റി കളഞ്ഞെങ്കിൽ ദൈവസഭയിൽ കടന്നു വരുന്ന നിന്നെയും എന്നെയും അത് തൊടുമെന്ന് ഭാരപ്പെടുന്നത് പോലെ ഇന്ന് പകൽക്കാല രാത്രിയിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയാത്തവരല്ലോ. ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന എല്ലാം നിനക്കുള്ളതല്ല. നിന്റെ ചെവിക്ക് കേൾക്കുന്നതെല്ലാം നിനക്കുള്ളതല്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്നതെല്ലാം നാവിന് ഒരു കടിഞ്ഞാണിട്ട് കാത്തില്ലെങ്കിൽ പാമ്പിന്റെ മുമ്പിൽ തോറ്റുപോകുന്നതിനായിട്ട് ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. ഹല്ലേലൂയ. അവന്റെ ആടുകളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന കരടിയെ അവൻ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്നു. അവന്റെ ആടുകളെ തകർത്തു കൊണ്ടുപോകാൻ വന്ന സിംഹത്തെ അവൻ വലിച്ചു വിരിക്കളയുന്നു. ഒരു അഭിഷേകത്തിന്റെ ഉടമയായിരുന്നു അവൻ. ഹല്ലേലൂയ. പക്ഷെ ബർശേവയുടെ മുമ്പിലോ ഹല്ലേലൂയ തന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ആ പാമ്പിന്റെ മുമ്പിൽ തകർന്നുപോയ ദാവീദിന്റെ ജീവിതം ദൈവത്തിലെ വലിയ വിജയങ്ങൾ നീ ഒരു വശത്ത് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നീ അറിയാത്ത ചില ചെറിയ വിഷയങ്ങളുടെ നടുവിൽ വീണ് പോകുന്നത് ഈ ദിവസങ്ങളിൽ അനുദപിച്ച് മടങ്ങി വരുന്നെങ്കിൽ നിന്നെ ഒരു ജയാളിയാക്കി തീർക്കുവാൻ ദൈവം ശക്തനത്രേ. പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും ഒരാൾ ഒരു ഗോൾഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു ബ്രോൺസ് മെഡലെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുസ്തിക്കാരനോ ഒരു അമ്പയസുകാരനോ ആ തേർഡ് റൗണ്ടിലെങ്കിലും വരുമ്പോൾ നമുക്കുള്ള സന്തോഷം. ഒടുവില് സെക്കൻഡ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒടുവിൽ പിന്നെയും തേർഡിലേക്ക് കടന്നു വന്നു, പിന്നെ സെക്കൻഡിലേക്ക് കടന്നു വന്നു, അവസാന വിധി വന്നു, സെക്കൻഡ് പ്രൈസ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ എഴുതി വരും. അങ്ങനെ ഇന്ത്യയുടെ മാനം കാത്തു ദൈവവൈദ്യലെ. ഹല്ലേലൂയ. ഒരു രാജ്യത്തിന്റെ മുഴുവൻ മാനം കാത്തതിന് ഓടി മെഡൽ വാങ്ങിയ വ്യക്തിയെ അഭിമാനിക്കാൻ ഒരു രാജ്യമുണ്ടെങ്കിൽ എന്റെ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് പിശാച് നമ്മളെ വീഴ്ത്തുവാൻ വേണ്ടി വരുന്ന മണ്ഡലങ്ങളുടെ നടുവില് സ്വർഗം എഴുന്നേറ്റ് നിന്ന് പറയുവാൻ ഇടയാകണം. സേവിക്കുന്ന എന്നെ ആരാധിക്കുന്ന എന്റെ ജനം ഈ ദിവസങ്ങളെ പരാജയപ്പെടുന്നവരല്ല. ഈ ദിവസങ്ങളിൽ ശത്രുവിന് മുമ്പിൽ പുറം കാണിച്ചു കൊടുക്കുന്നവനല്ല. അവൻ നിന്നാൽ ഞാൻ പടക്കൂട്ടമെന്ന് നേരെ പറഞ്ഞില്ലേ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടത്തും. പരീക്ഷകളാകുന്ന മതിലുകള്, മോഹങ്ങളാകുന്ന മതിലുകള്, ജീവിതത്തിൽ ദൈവസ്നേഹത്തെ അകറ്റിക്കളയുന്ന എല്ലാത്തിനെയും ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര വലിയ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
അവൻ വിജയത്തിന്റെ ഒരു ജീവിതം ചെയ്ത ആമേൻ ദാവീദിന്റെ ഒരു അകമ്പടി നാഗേനെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിൽ ദാവീദിന്റെ അകമ്പടി നായകനായിരുന്ന ബെനയാവിന്റെ വീര്യപ്രവർത്തികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. ബെനയാവ് വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിനെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രീമിനെ സംഹരിച്ചു. മിസ്രീമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രീമിന്റെ കയ്യിൽ നിന്ന് കുന്തം കുടിച്ചു പറിച്ചു. കുന്തം കൊണ്ട് അവനെ കൊന്നു. ദാവീദിന്റെ ഒരു ബോഡിഗാർഡായ ബെനയാവ് ചെയ്ത വീര്യപ്രവൃത്തിയാണ്. അവൻ ജയിക്കുന്നവനായിരുന്നു. അവൻ ചെയ്ത 3 കാര്യങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ശമൂവേലിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഒന്ന്, അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ അവൻ സംഹരിച്ചു കളഞ്ഞു. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ്: മോവാബിൽ ഉണ്ടായിരുന്ന സ്കൂൾ ഓഫ് സോൾജിയേഴ്സ് പട്ടാള ക്യാമ്പിൽ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് അവൻ 2 പേരെ അവർ വധിക്കുന്നതിനിടയിൽ ശത്രു എന്നെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമെന്നല്ല ബെനയാവ് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരിക്കൽ പോലും ദൈവ സാന്നിധ്യത്തിൽ കടന്നു വരാത്ത മോവാബിനെ ഞാൻ തകർത്ത് കളയും. ദൈവമല്ലേ, എനിക്ക് നിനക്ക് പോരാട്ടമുള്ളത് അവൻ നമ്മളോട് പോരാട്ടമുള്ളതെന്നല്ല, നമുക്ക് അങ്ങോട്ട് പോരാട്ടമുണ്ടെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ശത്രു നിന്നെ കണ്ട് പേടിക്കത്തക്ക രീതിയിൽ അവന്റെ പാളയത്തിൽ ചെന്ന് ചിലതിനെ തകർത്ത് കളയുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഒരു ബെനയാമിനെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ, ദാവീദിനെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ, ഒരു ബെനയാമിനെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ എന്തിനെ അവൻ ബലപ്പെടുത്തുവാൻ ശക്തനാണ്. രണ്ടാമത് അവൻ ചെയ്ത വീര്യപ്രവൃത്തി വളരെ വലിയൊരു വീര്യപ്രവൃത്തിയാണ്. അവൻ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. ആവപ്പിടിച്ച സിംഹം വെളിയിലൊന്നും ഉറങ്ങാതെ ഗുഹയിലെ തണുപ്പൊന്നും പേറ്റാതെ അങ്ങനെ സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൻ ഹല്ലേലൂയ. എന്നാൽ ഈ ബെനയാവ് അവൻ വേഗത്തിൽ ആ ഗുഹയിലേക്ക് കടന്നു ചെന്ന് ആ സിംഹത്തെ കൊന്നു കളഞ്ഞു. ദൈവത്തിലെ വിവേചിച്ചറിയുന്നവനായിരുന്നു ഈ ബെനയാവിന് അറിയാം, ഈ ഹിമകാലം അങ്ങോട്ട് കഴിയുമ്പോൾ അവന് വിശപ്പാരംഭിക്കും, അവനിങ്ങോട്ട് വെളിയിലേക്ക് കടന്നു വരും, അത് എന്റെ ജീവിതം തകർക്കുന്നതിനിടയിൽ. അതുകൊണ്ട് ഇപ്പോൾ തക്ക സമയമാണ്. അവൻ ഹല്ലേലൂയ, ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഈ ദിവസങ്ങളിലെ ദൈവ കൃപ ചൊരിയുന്ന ദിവസങ്ങളിലെ കൃപയുടെ കാലഘട്ടത്തില് ദൈവത്തിന്റെ കൃപയെ നിറച്ചുകൊണ്ട് അവൻ ഉറങ്ങിക്കിടക്കുന്ന ശത്രുവാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഹല്ലേലൂയ, നാളെ നിനക്കെതിരെ ആക്രമിക്കാൻ വരുന്ന വിഷയങ്ങളെ ഇന്നേ ചെന്ന് ജയിക്കുന്നവനാ ജയാളി. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്? അവൻ തോറ്റ് പിന്മാറിയ എഫ്രൈമിന്റെ കൂട്ടത്തിലല്ല, ജയിച്ച് മുന്നേറിയ ഒരു ബെനയാമിന്റെ കൂട്ടത്തിലായിത്തീരുവാൻ ദൈവസഭയെ നമ്മുടെ ദൈവം ഇന്ന് രാത്രിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, നാളെയുള്ള പ്രതിസന്ധികളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ശത്രു ഇങ്ങോട്ട് യുദ്ധത്തിന് കടന്നു വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കടന്നു ചെന്ന് അവൻ യുദ്ധം ചെയ്യുന്നവനായിരുന്നു. അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പല വിഷയങ്ങളും നിന്റെ മുമ്പിൽ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് തീർന്നു പോയെന്ന് നീ വിചാരിക്കരുത്. പലതും നിന്റെ മുമ്പിൽ കണ്ണടച്ച് കിടക്കുന്നത് കൊണ്ട് അവൻ ഹല്ലേലൂയ അത് ഇല്ല എന്ന് നീ വിചാരിക്കരുത്. ഈ ദിവസങ്ങൾ ആത്മാവിന്റെ കണ്ണുകളെ തുറന്നുകൊണ്ട് ശത്രുവിന്റെ പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന ഉയരട്ടെ, ഉപവാസങ്ങൾ ഉയരട്ടെ, ആരാധന ഉയരട്ടെ, സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. അവൻ ഒരു ദുഃഖം വന്നിട്ട് നീ പ്രാർത്ഥിക്കരുത്, അത് തിരിച്ചറിഞ്ഞ് അതിന് മുന്നേ നീ പ്രാർത്ഥിക്കണം. അവൻ ഹല്ലേലൂയ ഒരു ആശം നേരിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഒരു വിഷയം കടന്നു വന്നിട്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞിരിക്കരുത്. ഈ ദിവസങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നീ ചിലതിനെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ആരാധന കുറയാതിരിക്കട്ടെ, ഉപവാസം തീരാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. ജയിക്കുന്നവരെ ചേർക്കാനാ അവൻ കടന്നു വരുന്നത്. അവൻ ഹല്ലേലൂയ പരാജയപ്പെട്ടവരെ ചേർക്കാനല്ല. ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിസന്ധികളെ പോലും അവൻ ഇപ്പൊ നിന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് വിചാരിച്ച് അവൻ എല്ലാം തീർന്നു എന്ന് കരുതരുത്. അവൻ ഹല്ലേലൂയ ഒരു ദിവസം ഹിമം മാറും, അത് വെളിയിലേക്ക് ഇറങ്ങി വരും. അത് തിരിച്ചറിഞ്ഞ ബെനയാവ് അതിനെ തകർത്ത് കളഞ്ഞു. മൂന്നാമത് കോമളനായൊരു മിസ്രീമിനെ അടിച്ചു കൊന്നു. അവൻ ഹല്ലേലൂയ വളരെ ഹാൻസം ആയിരുന്നു ഈ മിസ്രീമൻ. ഒരു വലിയ എനിക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും പെട്ടെന്നൊന്നും ബോധ്യമായില്ല. വളരെ ഹാൻസം ആയിട്ടുള്ള നല്ല ചുമന്ന തൊടുത്ത ഒരു ചെറുപ്പക്കാരനെ ഈ ബെനയാം അടിച്ചു കൊന്നു. സ്തോത്രം. മിസ്രീമനാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. ആ മിസ്രീം എന്ന് പറയുന്നത് അവൻ നീ വിട്ടു വന്നാൽ ഇടത്തെ കാണിക്കുന്നു. സ്തോത്രം. പാപത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നു, ലോകത്തിന്റെ മോഹത്തെ കാണിക്കുന്നു. അത് കോമളത്വമുള്ളതാണ്, കണ്ടാൽ ആഗ്രഹിക്കത്തക്കതാണ്. അവൻ
അവൻ അതിനെ കാണുവാൻ ഭംഗിയുള്ളതാണ്, അത് തിന്മാൻ രുചിയുള്ളതാണ്, അത് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് തോന്നുന്നതാണ്, കോമളത്വം നിറഞ്ഞു നിൽക്കുന്നതാണ്. സൂക്ഷിച്ചു നോക്കൂ, അവൻ കോമളനാണെങ്കിലും അവനെ കണ്ടാൽ സൗമ്യനാണെങ്കിലും അവനെ കാണുമ്പോൾ ഹാൻഡ്സമാണെന്ന് തോന്നുന്നെങ്കിൽ അവന്റെ കയ്യിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുന്തം കാണുന്നില്ലേ? ദൈവമേ, ലോകത്തിന്റെ മോഹം നിന്നെ വഴി വിളിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുന്തമുണ്ടെന്നുള്ളത് നീ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ണിന് മുമ്പിൽ കാണുന്നത് എല്ലാത്തിന്റെയും പുറകെ കടന്നു നിന്ന് അവൻ നിന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നതാകരുത്. അതും തിരിച്ചറിഞ്ഞു. തന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, അവന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദൈവത്തിലെ എന്നെ നിന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് ഒരു വടിയാണെങ്കിലും അതുകൊണ്ട് ശത്രുവിന്റെ കുന്തത്തെ നേരിടുവാൻ ദൈവം നിന്നെയും എന്നെ ഒരുക്കുന്ന ഒരു കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ ആരും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആയുധത്തിന്റെ വലിപ്പം നോക്കിയിട്ടല്ല, അഭിഷേകത്തിന്റെ ബലം നോക്കിയിട്ട് അവൻ നിന്റെ കരത്തിൽ പകർന്നിരിക്കുന്ന ഒരു വലിയ അഭിഷേകമുണ്ട്. ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിന്റെ കരത്തിൽ ഒന്നുമില്ലല്ലോ, എന്നെക്കാൾ വലിയ ആയുധമാണല്ലോ ശത്രുവിന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് വിളിച്ച് നീ ഭാരപ്പെടരുത്. അവൻ നീ മുന്നോട്ട് പോയാൽ അവൻ അബിദ്രീമിനെ നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയരെ, എഫ്രൈമിനെ പോലെ തോറ്റുപോകുന്നവരല്ല, ബെന്യാമിനെ പോലെ ജയിച്ചു വരുന്നവരായി ചെയ്യുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ജയിക്കുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് കടന്നു വരുന്നത്. രണ്ടാമത് ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് ദൈവസഭയോട് അവൻ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 21 ഒടുവിലത്തെ വാക്യം, അവൻ യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. അവൻ ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവിന് നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കുവാൻ തയ്യാറാണ്. അവൻ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഈ ഹോള് വിട്ട് നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ ഈ വാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് പോകണം. കർത്താവേ, എഫ്രൈമിനെ പോലെ ഞാൻ ന്യായപ്രമാണം ഉപേക്ഷിക്കണം, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിന്റെ വഴികൾ വിട്ട് നടന്ന് എന്നോട് ക്ഷമിക്കണമേ. ഞാനിത് നിങ്കിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്നെ പേര് തന്നെ വിളിച്ചപ്പോൾ തന്നെ വാഗ്ദത്തങ്ങൾ നൽകി തന്ന ദൈവമാണ് അവൻ. ഹല്ലേലൂയ. ആ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഈ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവം അവൻ ഒരുപാട് വാഗ്ദത്തങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചിട്ട് മടക്കിലെയോ നിന്നെ വിടുകയുള്ളൂ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിന്നെ കുറിച്ച് പറഞ്ഞത്, നിന്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത്, നിന്റെ തലവരെ കുറിച്ച് പറഞ്ഞത് നിവർത്തിയാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ഒരു നിവർത്തീകരണമാണ്. 2013 ഇതേ ബിൽഡിംഗിൽ അവൻ താഴത്തെ ഒരു ചെറിയ ഹോളിൽ കടന്നു വന്നിട്ട് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ മേളിക്കേറി വന്നു. ഈ വലിയ ഹോൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഒരു ദിവസം ദൈവം എന്നെ ഇവിടെ നിർത്തണമേ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ തന്നെ നിർത്താം. ഇന്ന് അവൻ 2015 ഏപ്രിൽ മാസം 10-ാം തീയതി എന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച ദൈവം അവൻ ദൈവവൈദ്യനെ. ഹല്ലേലൂയ. അവൻ നമ്മളുടെ ഓരോ ചെറിയ അവൻ ആഗ്രഹത്തെ പോലെ സാധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ഒരു കർത്താവാണ് അവൻ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1:19 ഇപ്രകാരം പറഞ്ഞു, ഇരമ്യാവേ, നീ എന്ത് കാണുന്നു? ആ ബാലൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ഗൃഹാവൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. കർത്താവ് പറഞ്ഞു, അവൻ നീ കണ്ടത് ശരിയാ, നീ കണ്ടത് ശരിയാ. അവൻ ഹല്ലേലൂയ. ഞാൻ എന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ വേണ്ടി ഞാൻ ജാഗരിച്ചുകൊണ്ട് ദൈവത്തിലെ ഞാൻ നെയ്യും വാഗ്ദത്തത്തിന്റെ പ്രകാരം ടെൻഷൻ അടിക്കേണ്ട, അത് നിറവേറാൻ നമ്മളെക്കാൾ ടെൻഷൻ അടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ കാര്യം അവനൊരു വാക്ക് പറഞ്ഞാൽ അവനത് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. ഗൃഹാവൃക്ഷത്തിന്റെ കൊമ്പ് ഒന്നിനെ കാണിക്കുന്നു, വേറൊന്നുമല്ല ദൈവത്തിലെ ഒരൊറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വഴിയെ തകർക്കുമാറാക്കിയ ദൈവം അവൻ. ആ ഗൃഹാവൃക്ഷത്തിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞു, എന്റെ വചനം എങ്ങനെ നിവർത്തിയാകും? ആരും കൊണ്ട പഠിക്കാതെ, ആരും സൂര്യപ്രകാശത്തിൽ വെക്കാതെ കുറഞ്ഞ 5 വർഷമെങ്കിലും എടുത്ത് കാറ്റ് പൂത്ത് കായ ഉണ്ടാകുവാൻ വേണ്ടി എടുക്കുന്ന ഗൃഹാവൃക്ഷം അവൻ. ഹല്ലേലൂയ. ഒരൊറ്റ രാത്രി കൊണ്ട് അതിന് കായും തളർത്തും പുറമെ കുട്ടി വരുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിലെ അവൻ നിന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കാഴ്ച പുഷ്പിച്ച് വലുതാക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തങ്ങളെ അവൻ നിറവേറ്റുന്ന ഒരു കർത്താവാണ്. യോശുവയാണ് ഇത് പറഞ്ഞത്. ആരാ പറഞ്ഞത്? അവൻ കൂടാരത്തിൽ അകത്തിരുന്നവരാ പറഞ്ഞത്. യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരം വിട്ടുപിരിയാതെ അവൻ ദൈവ സന്നിധിയിൽ ഇരുന്നു. അതിന്റെ ഫലമായി അവൻ വാഗ്ദത്തത്തെ പ്രവേശിച്ചത് മാത്രമല്ല, വാഗ്ദത്തത്തിൽ പ്രവേശിച്ചിട്ട് അടന്ന് കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ദൈവം അവനെ ബലപ്പെടുത്തി. ദൈവത്തിന്റെ ആലയത്തിൽ അവൻ ബാല്യക്കാരനിരുന്നപ്പോൾ ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യോശുവ എന്ന ബാല്യക്കാരനോ യൗവനക്കാരനോ അവൻ കൂടാരം വിട്ടുപിരിയാതിരുന്നു. വെളിയിൽ പറക്കുന്ന കാടപ്പക്ഷികളുണ്ട്. അവൻ വെളിയിൽ അവൻ മഞ്ഞ അവൻ വീഴുന്ന സന്ദർഭങ്ങളുണ്ട്. അവന്റെ പ്രായത്തിലുള്ളവർ അതൊക്കെ കണ്ടോണ്ട് നിൽക്കുക. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മേഘം പൊങ്ങുന്നു, മേഘം വരുന്നു,
നടക്കുന്നു. അവൻ അഗ്നിജ്വാല പോലെയുള്ള സന്ദർഭങ്ങൾ അവൻ ഇതൊക്കെ വെളിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ കൂടാരത്തിനകത്തിരുന്നു. അതുകൊണ്ട് അവനെ വാഗ്ദത്തത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദൈവത്തിന് ഈ വെളിയിൽ കാണാൻ ഒരുപാട് കാര്യങ്ങൾ നിലകൊള്ളപ്പോൾ ഇന്ന് ആലയത്തിലേക്ക് എല്ലാം മറന്ന് കടന്നു വന്ന ദൈവവചനെ നിനക്ക് ദൈവം ചിലത് ശേഷിപ്പിച്ചിട്ടുണ്ട്. വിശ്വസിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് കടന്നു പോകാവൂ. ആരാധനയ്ക്ക് വേണ്ടി, സ്തുതിക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനെ നീ വാഗ്ദത്തത്തെ പ്രവേശിക്കുക മാത്രമല്ല, പലതും മറ്റുള്ളവർക്ക് ഒഴിപ്പെട്ട കയ്യിൽ എന്റെ ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഒടുവിൽ യോശുവ വയസ്സിൽ നിന്ന് വൃദ്ധനായി അവൻ റിട്ടയർമെന്റ് ഒക്കെ സ്വയം എടുത്തിരിക്കുമ്പോൾ കർത്താവ് അവരോട് വിളിച്ചു പറഞ്ഞു, യോശുവേ നീ വയസ്സിൽ നിന്ന് വൃദ്ധനായി കാര്യമൊക്കെ ചെയ്യാം, ഇനിയും അനേക ദേശത്തിലേക്ക് പിടിച്ചടക്കാനുണ്ട്. ഹല്ലേലൂയ. പ്രായം തന്നവരായിട്ട് അവന് റിട്ടയർമെന്റ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, നീ അവന്റെ ആലയത്തിൽ പാർത്തവനായതുകൊണ്ട് റിട്ടയർമെന്റ് ഒക്കെ എടുക്കാൻ വരട്ടെ. ദൈവം നിന്നെ ഇനിയും ചിലത് പിടിച്ചടക്കാൻ വേണ്ടി, ഇനി ചില വാഗ്ദത്തങ്ങൾ കീഴടക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർക്ക് കരങ്ങളിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. അല്ലെങ്കിൽ എത്ര വലിയൊരു പ്രത്യാശയുടെ കുട്ടമക്കളാക്കി തീർക്കുവാൻ തക്കമുള്ള ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവമക്കളെ, അവർ വാക്ക് പറഞ്ഞാൽ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എത്ര പേർ ഈ ദൈവത്തെ ആശ്രയിക്കുന്നു, എത്ര പേർ ഈ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം മായും. ഹല്ലേലൂയ. എഫ്രൈമിനെ പോലെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ആമേൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു ബലയാവിനെ പോലെ ഒരു സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് ആവശ്യമായിരിക്കുന്നു. അതിനായി ദൈവസഭ ആമേൻ നമ്മളെ ദൈവം ഒരുക്കട്ടെ. അങ്ങനെ ജയിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ ആമേൻ അതിന്റെ പുറകെ പോകണ്ട, ആമേൻ ദൂതുകളുടെ പുറകെ പോകണ്ട, അത് നീ അന്വേഷിച്ച് വ്യാകുലപ്പെടേണ്ട. ഇരമ്യ അവനോട് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായിട്ട് നിറവേറുവാൻ ദൈവം ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം സമയം അനുവദിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയോട്, ദൈവദാസന്മാരോട്, കടന്നു വന്ന എല്ലാവരോടുമുള്ള ആമേൻ നന്ദി അറിയിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് കവടിയാറിൽ ദൈവവേല ചെയ്തുകൊണ്ടും ഞങ്ങൾ എറണാകുളത്തായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്ത് പോയി കേസ് തോമസ് പാസ്റ്റർ സെന്ററിൽ ഒരു ദൈവവേലയുടെ ഉള്ളത്തിൽ പുതിയൊരു വർക്ക് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കുവാനായിട്ട് അവൻ ആർട്ടിഫിഷ്യൽ ഒക്കെ ചെയ്ത് അങ്ങനെ വരുന്ന സമയത്താണ് ദൈവം എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അന്ന് മുതൽ ഇന്ന് വരെയും ക്ഷേമമായി നടത്തുന്ന ഒരു ദൈവം. അവൻ എനിക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരുത്താതെ എന്നെ അവൻ ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ആ വേലയോട്ട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിടാൻ വിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.